സ്വന്തം മകൻ മരിച്ചു, വർഷങ്ങൾക്കുള്ളിൽ തന്നെ അച്ഛനും അമ്മയും മരണപ്പെടുന്നു. അതും മകന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് വർഷങ്ങളോളം അച്ഛനും അമ്മയും കോടതി കയറി ഇറങ്ങി. അവസാനം മകന്റെ മരണത്തിൽ കോടതി CBI അന്വേഷണം ഉത്തരവിട്ട അതേ സാഹചര്യത്തിൽ തന്നെ അച്ഛനും അമ്മയും മരണപ്പെടുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് കോട്ടയത്തെ ഇരട്ട കൊലപാതകത്തെ കുറിച്ചാണ്. ഇന്നലെ കേരളക്കാരെ മുഴുവനും ചർച്ച ചെയ്തൊരു സംഭവമായിരുന്നു ഇത്, അല്ലെ? ശരിക്കും എന്താണ് സംഭവിച്ചത്, ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ചൊവ്വാഴ്ച അതിരാവിലെ കോട്ടയം തിരുവാതിക്കൽ ശ്രീവത്സം വീട്ടിലേക്ക് ജോലിക്ക് വന്നതായിരുന്നു ആ വീട്ടിലെ ജോലിക്കാരി. അങ്ങനെ ആ വീടിന്റെ വാതിൽ തുറന്നതും ജോലിക്കാരി ഞെട്ടിത്തെറിച്ച് പിന്നോട്ട് പോയി. കാരണം അത്രയും ഭീകരമായിരുന്നു അവർ കണ്ട കാഴ്ച എന്ന് പറയുന്നത്. അതെ, തന്റെ മുതലാളിയായിട്ടുള്ള വിജയകുമാറും ഭാര്യ ഡോക്ടർ മീരയും മരിച്ചു കിടക്കുന്നു. ഉടനെ തന്നെ ജോലിക്കാരി വീട്ടിന് പുറത്തേക്ക് നിലവിളിച്ച് ഓടിപ്പോകുന്നു. തൊട്ടടുത്ത കടയിൽ പോയി കാര്യം പറയുന്നു. അയൽവാസികൾ മുഴുവനും കാര്യം അറിയിക്കുന്നു. ആ നാട് മുഴുവനും വളരെ ഞെട്ടലോട് കൂടിയായിരുന്നു ഈ വാർത്തയെ വരവേറ്റത്. കാരണം അത്രയും വലിയ സുരക്ഷാ സാന്നിധ്യമുള്ള ഒരു വീടായിരുന്നു വിജയകുമാറിന്റേത്. വീടിന് ചുറ്റും CCTV ക്യാമറകൾ, വീടിനെ സംരക്ഷിക്കാൻ 2 പട്ടികൾ. ഇതിനെല്ലാം മറികടന്നുകൊണ്ട് വിജയകുമാറിനെയും ഭാര്യയെയും കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പുറത്തു നിന്നുള്ള ഒരാൾക്കും ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ സാധിച്ചു എന്ന ഞെട്ടലായിരുന്നു നാട്ടുകാർ മുഴുവനും. എന്തായാലും വിജയകുമാറും ഭാര്യയും മരണപ്പെട്ടു എന്ന വാർത്ത വന്നതോടെ എല്ലാവരും സംശയിച്ചത് ആസാമുകാരനായിട്ടുള്ള അമിത്തിനെ ആയിരുന്നു. ഇയാൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിജയകുമാറിന്റെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ ജീവനക്കാരനായി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമിത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിജയകുമാറിന്റെ വാച്ച്മാൻ ഒരു ലോങ് ലീവ് എടുക്കുന്നത്. അതോടെ അമിത്തിനെ വിജയകുമാറിന്റെ വീട്ടിലെ വാച്ച്മാനായി നിയോഗിക്കുന്നു. അങ്ങനെ അയാൾ അവിടെ ഒരു 10-15 ദിവസം ജോലി ചെയ്തു. അതിനുശേഷം സ്വന്തം കുടുംബത്തെയും ഇയാൾ താമസ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇയാൾ ഞാനൊന്ന് ആസാമിൽ പോയി വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് മുങ്ങി. ഈ മുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്തെന്ന് അറിയോ? വിജയകുമാറിന്റെ 1 ലക്ഷം രൂപയുള്ള ഫോണും എടുത്ത് അങ്ങ് പോയി. എന്തായാലും ഫോൺ കാണാതായതോടെ വിജയകുമാർ പോലീസിൽ പരാതി നൽകി. അവസാനം അന്വേഷണത്തിനൊടുവിൽ പോലീസിന് മനസ്സിലായി ഫോൺ എടുത്തു കൊണ്ടുപോയത് മറ്റാരുമല്ല അമിത് തന്നെയാണ്. അങ്ങനെ അമിത്തിനെ ആസാമിൽ പോയി പോലീസ് പൊക്കി എന്നുള്ളതാണ്. എന്നിട്ട് ഇയാൾ കുറച്ചു കാലം ജയിലിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഇയാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും ഈ സംഭവം ഉണ്ടായിരിക്കെ തന്നെ എല്ലാവരുടെയും സംശയം അമിത്തിലേക്ക് തന്നെയായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിജയകുമാറിന്റെ സ്ഥാപനമായിട്ടുള്ള ഇന്ദ്രപ്രസ്ഥത്തിലെ ജീവനക്കാർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോക്കാം. ഇല്ല സാറിന് അങ്ങനത്തെ ഇല്ല. ഞങ്ങൾ 3 പേരും അടുത്ത സ്റ്റാഫാണ്. ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാണ് വിവരം അറിയുന്നത്. അന്നേരം ഇങ്ങോട്ടൊന്ന് കാണാമെന്നോർത്ത് വന്നതാണ്. നേരത്തെ ഉണ്ടായിരുന്നു, ഒരു 8 മാസം 9 മാസം അവിടെ ജോലി ഉണ്ടായിരുന്നു. പിന്നെ സാറിന്റെ എന്തോ ഫോണോ എന്തോ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ജയിലിലായിരുന്നു പറഞ്ഞത്. ഞങ്ങൾക്ക് കേസൊക്കെ ആയിരുന്നു. ഇനി അതാണോ ഒന്നും നമുക്കറിയില്ല. സാറിന് 9 വരെ ഓഫീസിലുണ്ടായിരുന്നു. അതിനുശേഷം, അതായത് ഈ മൊബൈൽ മോഷണത്തിന് ശേഷമാണ് ഇയാൾ പറഞ്ഞു വിടുന്നല്ലേ ഇവിടുന്ന്? അതെപ്പോഴായിരുന്നു സംഭവം? ഒരു 6-7 മാസമായെന്ന് എനിക്ക് തോന്നുന്നു. ഇയാളെ പേര് എങ്ങനെ അറിയാം? ബംഗാൾ സ്വദേശിയുടെ പേര് എന്തെങ്കിലും? അമിത് അല്ലേ? ഓക്കെ, ഇവരും അമിത് തന്നെയാണ് കൊല ചെയ്തെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്, അല്ലേ? ഇനി കൊലയിലേക്ക് വരികയാണെങ്കിൽ വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു അവിടെ നടന്നത്. വിജയകുമാറിന്റെ മുഖം വളരെ വികൃതമാക്കിയിട്ടുണ്ടായിരുന്നു. വിജയകുമാറിനോട് വ്യക്തിവൈരാഗ്യമുള്ള ഒരാൾ ചെയ്ത കൊലയാണ് അതെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണ് കൊല ചെയ്തതെങ്കിൽ ഇത്രത്തോളം മുഖം വികൃതമാക്കില്ല. ദേഷ്യം മൂത്ത് ചെയ്യുന്ന ഒരു കൊല ആണെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ, അല്ലേ? മാത്രവുമല്ല ആ വീട്ടിൽ നിന്നും ഒരു സാധനവും മോഷണം പോയിട്ടുമില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ വ്യക്തിവൈരാഗ്യത്തിന് പുറത്ത് നടന്ന കൊലപാതകം തന്നെയാണ് അത് എന്ന് തന്നെ ഉറപ്പിക്കേണ്ടി വരും, അല്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെ കൗൺസിലർ സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പുള്ളിക്കാരന് പറയാനൊന്ന് കേട്ടു. മുഖമൊക്കെ വികൃതമായി കിടക്കാനും ആളെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നിൽക്കാനും മുഖം നമുക്ക് വല്ലാതെ പരിക്കാണ്. ഈ സാധാരണ ഈ അന്യസംസ്ഥാന തൊഴിലുകൾ നടത്തുന്ന തരത്തിലുള്ള കൊലപാതകമാണ്. അതൊരു ക്രൂരമായ കൊലപാതകം തന്നെ. കോടാലി അവിടെ ഇരിപ്പുണ്ട്. അമ്മിക്കല്ല് വീടിന്റെ ഗേറ്റ് വാതിന്റെ വാതിക്കൽ CCTV കൊണ്ടുപോയി. CCTV ഡിസ്ക് എടുത്തു. അല്ല, ഇൻക്വസ്റ്റ് നടത്താനായിട്ട് ഇപ്പം ഫോറൻസിക്കും ഡോസ് കാർഡും ഒക്കെ പറഞ്ഞു. ഇപ്പൊ SP വന്നിട്ടുണ്ട്. അത് കഴിയാതെ ഇൻക്വസ്റ്റ് നടത്താൻ പറ്റത്തില്ല. പോലീസ് ഉണ്ട്. അപ്പം പോലീസ് ഇപ്പം ആരെയും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അവരെ ഒരു ആസാംകാരെ ഒരുത്തൻ ഇവിടെ ജോലിക്ക് നിന്നിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ഇവരുടെ മൊബൈൽ അവൻ മോഷ്ടിച്ചു. ആ മോഷ്ടിച്ചതിൻ്റെ പുറത്ത് തന്നെ പറഞ്ഞു വിട്ടു ഒരു ദിവസം പകൽ ഇവിടെ വന്ന് ഈ ഗേറ്റ് ചാടിക്കടന്ന് വിഷയം ഉണ്ടാക്കി. ആ പോലീസ് പിടിച്ചോണ്ട് പോയി. ഓക്കെ, ഇങ്ങേരും ആസാം സ്വദേശിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, അല്ലേ? എന്തായാലും CCTVയുടെ ഹാർഡ് ഡിസ്ക് ഇവരെ എടുത്തു കൊണ്ടുപോയി എന്നാണ് പറയുന്നത്, അല്ലേ? CCTVയുടെ ഹാർഡ് ഡിസ്ക് എടുത്തു കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയണം, അല്ലേ? അത് വീടുമായി ബന്ധപ്പെട്ട അറിവുള്ള ഒരാൾക്കല്ലാതെ അറിയില്ല. മാത്രമല്ല ആ വീട്ടിൽ 2 പട്ടികൾ കാവലുണ്ടായിരുന്നു. അതിൽ ഒന്നിനെ കൊന്ന നിലയിലും മറ്റൊന്നിനെ മയക്കിയ നിലയിലുമായിരുന്നു കണ്ടെത്തിയത്. അപ്പൊ വീട്ടിൽ എന്തൊക്കെയാണ് എവിടേക്കാണെന്ന് അറിയാവുന്ന ഒരാൾക്കല്ലാതെ ഇത്ര കൃത്യമായി കൊലപാതകം പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെ SP പറയാനുള്ള എന്താണെന്നുള്ളത് കേട്ടോക്കാം. ഭർത്താവിന്റെയും ഭാര്യയുടെയും
മൃതദേഹങ്ങൾ 2 വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ FIR രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം ശാസ്ത്രീയ പരിശോധനകൾ, വീഡിയോ ദൃശ്യത്തിൻ്റെ സഹിതം ശാസ്ത്രീയ പരിശോധനകൾ, ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന, ഫിംഗർ പ്രിന്റ് പരിശോധന ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് സാർ മർഡർ നടത്തിയതെന്നുള്ളത്? വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത്. അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിൻ്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത്. ആ വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെപ്പൺ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കോടാലിയാണോ സാറേ? കോടാലിയാണ്. കോടാലി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതോ അമ്മിക്കല്ല് അങ്ങനെ എന്തോ കല്ല് ഉപയോഗിച്ചിട്ടുണ്ടോ? അമ്മിക്കല്ല് നമുക്ക് തോന്നുന്നത് ഫ്രണ്ട് ഡോറ് ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നതാണ്. അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. നമ്മുടെ മൃതദേഹം ഇവിടുന്ന് മാറ്റുന്നത്? മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ അതാ പറഞ്ഞത്, നമുക്ക് കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട്. എത്രയും വേഗം പ്രതിയെ പിടിക്കും. ഓക്കെ, PSPയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രതിയുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്തായിരുന്നു എന്നുള്ളത്. ഈ കൊന്നവൻ കൊല്ലാൻ ഉപയോഗിച്ച ആയുധങ്ങൾ വരെ വിജയകുമാറിന്റെ വീട്ടിൽ നിന്നാണ് എടുത്തത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും സുരക്ഷയുള്ള വീട്ടിൽ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ അകത്തേക്ക് കടന്നത്, ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ. എന്തായാലും വിജയകുമാറിന്റെ വീട്ടിലെ സാധനങ്ങളെല്ലാം ഇന്നലെ പോലീസ് പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പരിശോധനാ ഫലം ഇന്ന് രാവിലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും സംശയം ഉറപ്പിക്കുന്ന രീതിയിലുള്ള പരിശോധനാ ഫലം തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. വിജയകുമാറിനെ കൊല്ലാൻ ഉപയോഗിച്ച കോടാലിയിലെ ഫിംഗർ പ്രിന്റ് പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അത് അമിത്തിന്റെ ഫിംഗർ പ്രിന്റുമായി യോജിക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി മുമ്പ് അമിത് മോഷണ കേസിൽ പ്രതിയായ സമയത്ത് അമിത്തിന്റെ ഫിംഗർ പ്രിന്റ് പോലീസുകാർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് മാച്ച് ചെയ്ത് നോക്കാൻ വലിയ പണിയൊന്നുമില്ലായിരുന്നു. എന്തായാലും മാച്ച് ചെയ്ത് നോക്കിയ സമയത്ത് കറക്റ്റായി മാച്ച് ആവുന്നുണ്ടായിരുന്നു. മാത്രമല്ല വീട്ടിന്റെ പല ഭാഗത്തും അമിത്തിന് ഫിംഗർ പ്രിന്റ് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ കൊലപാതകം പ്ലാൻ ചെയ്യുന്നതിന്റെ ഇടക്ക് ആശാന് ഗ്ലൗസ് ഇടാൻ മറന്നു പോയിട്ടുണ്ടാകും. എന്തായാലും ഫിംഗർ പ്രിന്റിന്റെ സഹായത്തോടെ അമിത് തന്നെയാണ് കൊല ചെയ്തതെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. എന്തായാലും അമിതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു അന്വേഷണം നടത്തിയിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച കോട്ടയത്ത് അമിത് ഒരു ലോഡ്ജിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച തൊട്ട് തിങ്കളാഴ്ച വരെ 2-3 ദിവസം അയാൾ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2-3 ദിവസം ഇയാൾ വിജയകുമാറിന്റെ വീട്ടു പരിസരത്തൊക്കെ വന്നു പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 2-3 ദിവസം ഈ അമിത് എന്ന് പറയുന്നവൻ വിജയകുമാറിനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിനെല്ലാം ശേഷം തിങ്കളാഴ്ച രാവിലെ അമിത് ലോഡ്ജ് വെക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടുന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി രാത്രി ഇരുട്ടുന്നത് വരെ ഇവൻ റെയിൽവേ സ്റ്റേഷനിൽ സ്പെൻഡ് ചെയ്തു. അതിനൊരു കാരണവുമുണ്ട്. വിജയകുമാർ വീട്ടിലേക്ക് വരണമെങ്കിൽ രാത്രി 9:30 ആകും. അതിനു മുമ്പ് വീട്ടിലേക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ 9:30 വരെ എവിടെയെങ്കിലും കഴിച്ചു കൂട്ടണം. അതിന് വേണ്ടിയാണ് ഇവൻ റെയിൽവേ സ്റ്റേഷൻ തിരഞ്ഞെടുത്തത്. എന്തായാലും രാത്രി 9:30 ആയതോടെ ഇവൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. അതിന്റെ CCTV ഫുട്ടേജ് എല്ലാം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ ഇതുവരെയുള്ള ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് സാഹചര്യ തെളിവുകളെല്ലാം അമിതാണ് കൊല ചെയ്തെന്ന രീതിയിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഇതിനിടയ്ക്ക് മറ്റൊരു റൂമർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ വിജയകുമാറിന്റെ മകൻ 2017 മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതും വളരെ ദുരൂഹമായ സാഹചര്യത്തിലായിരുന്നു ആ മരണം. റെയിൽവേ ട്രാക്കിൽ നിന്നാണ് ഡെഡ് ബോഡി കണ്ടെത്തുന്നത്. ഡെഡ് ബോഡി കണ്ടെത്തുന്ന സമയത്ത് ബ്ലേഡ് കൊണ്ട് ശരീരം മൊത്തം അരിഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല ഡെഡ് ബോഡി കണ്ടെത്തിയതിന്റെ ഏകദേശം 250 മീറ്റർ വിട്ട് വിജയകുമാറിന്റെ മകന്റെ കാറും കണ്ടെത്തിയിരുന്നു. അതിലാണെങ്കിൽ രക്തം തളം കെട്ടി നിന്നിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ആത്മഹത്യയാണെന്ന് പറഞ്ഞ് പോലീസ് തള്ളിക്കളഞ്ഞൊരു കേസായിരുന്നത്. പക്ഷെ വിജയകുമാറും ഭാര്യയും ഒരുപാട് കാലം കോടതി കയറി ഇറങ്ങി. അത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നൊരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അവസാനം കോടതി തന്നെ അത് അംഗീകരിച്ചു, കൊലപാതകമാണ് എന്ന്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഉത്തരവിട്ട് 2 മാസത്തിനിടക്കാണ് വിജയകുമാറും ഭാര്യയും കൊല്ലപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പലരും സംശയിച്ച കാര്യം വിജയകുമാറിന്റെ മകനെ കൊന്ന ആള് തന്നെയാണോ വിജയകുമാറിനെയും ഭാര്യയും കൊന്നത് എന്നുള്ളതാണ്. പക്ഷെ നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് ആ മരണവും ഈ മരണവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഇത് അമിത് എന്ന് പറയുന്ന ആസാംകാരൻ വ്യക്തിവൈരാഗ്യത്തിന് പുറത്ത് ചെയ്ത കൊലപാതകം തന്നെയാണെന്നുള്ള രീതിയിലാണ് പുറത്തു വരുന്നത്. ഇനി ഭാവിയിൽ വല്ല കണക്ഷൻ വരുമോ എന്ന് അറിയില്ല കേട്ടോ. എന്തായാലും വല്ലാത്തൊരു അവസ്ഥ തന്നെ അല്ലേ? ഒരു കുടുംബത്തിലെ മകൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെടുന്നു. അത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആ കുടുംബത്തിലെ അച്ഛനും അമ്മയും മരണപ്പെടുന്നു. ആ ഒരു കുടുംബത്തിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇനിയിപ്പോ ആ കുടുംബത്തിൽ ആകെ ബാക്കിയുള്ളത് ഒരു മകൻ മാത്രമാണ്. ആ മകനാണെങ്കിൽ വിദേശത്തെങ്ങാനുമാണ്. ആ മകന്റെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്തായാലും ഇതൊക്കെ താങ്ങാനുള്ള ക്ഷമ അവനുണ്ടാകട്ടെ. അത്ര ഇപ്പൊ ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനാകത്തുള്ളൂ. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.